ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഗേറ്റ് ഈസി 2027 സിലബസിൽ എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാൻ പോവാണ് കമ്പയർഡ് ടു 2026. അപ്പം ഡയറക്ട്ലി ലെറ്റ്സ് ഗോ ടു ദാറ്റ്. സോ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ മെയിൻ ആയിട്ടൊരു ടോപ്പിക് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, വളരെ റിലവൻറ്റും ആണ്. പിന്നുള്ളത് നോൺ ഹോമജീനിയസ് ആയിട്ടുള്ള ഇക്വേഷൻസിനെയും അവർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് മേജർ ആയിട്ടുള്ള മാത്തമാറ്റിക്സിലുള്ള ചേഞ്ച്. പിന്നെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഹയർ ഓർഡർ ടേംസ് എന്ന് പറയുന്നതിനെ അവർ മാറ്റിയിട്ട് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നും അതുപോലെ യൂലർ കോഷി ഇക്വേഷൻ എന്ന് പറഞ്ഞ് അവർ മാറ്റിയിട്ടുണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ചേഞ്ചസ് ദാറ്റ് യു ക്യാൻ സീ ഇൻ മാത്തമാറ്റിക്സ്. പിന്നെ ഒരു തരത്തിലുള്ള ചേഞ്ചും വരാത്തതാണ് ഈ സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ടോപ്പിക്സ്. സോ മാത്തമാറ്റിക്സിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ കിട്ടണമെങ്കിൽ യു ക്യാൻ ലുക്ക് ഇൻ ടു ദിസ്. പിന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് നെറ്റ്വർക്ക്സും അതുപോലെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റമാണ്. നെറ്റ്വർക്ക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അഡീഷനാണ് FIR ആൻഡ് IIR ഫിൽറ്റർ ഡിസൈൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പിന്നെ സാമ്പിളിംഗ് തിയറത്തിൽ ജസ്റ്റ് റീസ്ട്രക്ചറിങ് ചെയ്തിട്ടുണ്ട്. പേര് മാറ്റിയിട്ട് നൈക്വിസ്റ്റ് സാമ്പിളിംഗ് തിയറം അതുപോലെ സാമ്പിളിംഗ് ആൻഡ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ടേമിലേക്ക് അതൊന്ന് റീഫ്രൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഒരു ഡിലീഷന് സംഭവിച്ചിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് ടൈം പ്രോസസ്സിംഗ് ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലും ചേഞ്ച് വരാത്ത ടോപ്പിക്സ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. സോ നെറ്റ്വർക്ക്സിൽ നമ്മൾ ഇത്ര മാത്രം ചേഞ്ചസ് ആണ് കാണുന്നത്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് പോകുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസസിൽ എന്തൊക്കെ ചേഞ്ച് വന്നു എന്നുള്ളത് നോക്കാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അഡീഷൻ വന്നേക്കുന്നത് എനർജി ബാൻഡ് ഫോർമേഷൻ ആണ്. ദിസ് ഈസ് എ മേജർ ചേഞ്ച് ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. അപ്പം ഫോർമേഷൻ ഓഫ് എനർജി ബാൻഡ്സ് ഇൻ സോളിഡ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. പിന്നെ ഉള്ളത് മോസ്ഫെറ്റ് സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് റിലവൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. സോ ബാക്കി ഒരു തരത്തിലുള്ള ചേഞ്ച് ഇല്ലാത്ത ടോപ്പിക്സ് ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. സോ യു ക്യാൻ ലുക്ക് ഇൻ ടു ദാറ്റ്. അടുത്തായിട്ട് അനലോഗ് സർക്യൂട്ട്സിലേക്ക് വന്നാൽ നമുക്ക് ഒപ്പാമ്പിലേക്ക് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് മില്ലർ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഡോമിനൻറ്റ് പോൾ മില്ലർ കോമ്പൻസേഷൻ ടു ഒപ്പാമ്പ് സർക്യൂട്ട്സ് ആ ഒരു ടോപ്പിക്കിലേക്ക് ആ ഒരു സബ് ടോപ്പിക്കിലേക്ക് ഈ ഒരു ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് ഫേസ് മാർജിൻ എന്ന് പറയുന്ന ടോപ്പിക്കും സ്പെസിഫിക്കലി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അൺചേഞ്ച്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നുള്ളത് ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്. വളരെ സന്തോഷത്തോടെ പറയും, ഒരു തരത്തിലുള്ള ചേഞ്ചും ഇല്ല. അതുകൊണ്ട് 2026 സിലബസിൽ നിങ്ങൾ എന്ത് പഠിച്ചോ അതിവിടെയും ആപ്ലിക്കബിൾ ആണ്. ഒരു തരത്തിലുള്ള ചേഞ്ചും ഇല്ലാണ്ട് നിങ്ങൾക്കത് മുൻപോട്ട് പഠിക്കാവുന്നതാണ്. പിന്നുള്ളത് നെക്സ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന കൺട്രോൾ സിസ്റ്റം ആണ്. കൺട്രോൾ സിസ്റ്റത്തിൽ ഈ പറഞ്ഞ ചെറിയ റീഫ്രൈസിങ് റീസ്ട്രക്ചറിങ് ഒക്കെ വന്നിട്ടുള്ളൂ. അതിൽ മേജർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ PID കൺട്രോളർ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ PID ഇതിൻ്റെ മൂന്നിൻ്റെയും ആക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ മൂന്നിൻ്റെയും എഫക്റ്റ് എന്തായിരിക്കും ഡ്യൂറിങ് ട്രാൻസിയൻ്റ് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പിന്നുള്ളത് ലാഗ് ലീഡ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ് 2026 സിലബസിൽ സ്പെസിഫിക്കലി മെൻഷൻഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് കോമ്പൻസേറ്റേഴ്സ് എന്ന് പറയുന്ന ബ്രോഡ് ടേം വെച്ചാണ് ആ സിലബസിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. സോ ഇതാണ് കൺട്രോൾ സിസ്റ്റത്തിൽ നിങ്ങൾ കാണുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് EMTയിൽ വന്നാൽ കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. അത് സോഴ്സ് കോഡിംഗ് ആണ്. ദാറ്റ് ഈസ് ഇൻഫർമേഷൻ തിയറി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് സോഴ്സ് കോഡിംഗ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും ചേഞ്ച് ഇല്ല, പഴയതുപോലെ തന്നെ. EMTയുടെ കേസിലാണെങ്കിൽ ഒരു തരത്തിലുള്ള ചേഞ്ചും ഇല്ല, എവറിത്തിങ് റിമൈൻസ് ദ സെയിം. സോ നിങ്ങൾ പണ്ട് പഠിച്ച എന്താണോ അത് അതുപോലെ ഇപ്പോഴും പഠിക്കാവുന്നതാണ്. സോ ഇത്രയാണ് ചേഞ്ചസ് എല്ലാം വന്നേക്കുന്നത്. എന്തൊക്കെ ചേഞ്ചസ് വന്നു ഓവറോൾ ആയിട്ട് ഞാൻ ഇത്രയും നേരം പറഞ്ഞ എല്ലാം കൂടെ ഒരു ടേബിളാക്കി വെച്ചിട്ടുണ്ട്. സോ യു ക്യാൻ റെഫർ ദിസ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ചേഞ്ച്ഡ് ഫ്രം ദ ലാസ്റ്റ് ഇയർ സിലബസ്. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന സ്റ്റേജിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ വന്നാൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് us ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.